വേറൊരു ടൈപ്പ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ് സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADC. A successive approximation type ADC produces a digital output which is approximately equal to the analog input by using successive approximation technique internally. ഈ successive approximation ADCക്കും mainly 5 blocks ഉണ്ട്. ഒന്ന് clock signal generator, successive approximation register SAR എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്, digital to analog converter, comparator and control logic circuit. അങ്ങനെ 5 ബ്ലോക്ക് അതിന് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൽ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു കമ്പാരേറ്റർ സർക്യൂട്ടാണ്. നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തതുപോലെ തന്നെ 2 ഇൻപുട്ട്സ് ഉണ്ടായിരിക്കും. ആ ഇൻപുട്ടിൽ കമ്പയർ ചെയ്തിട്ട് അനലോഗ് ഇൻപുട്ട് ഹൈ ആയിരിക്കുന്നിടത്തോളം സമയം ഇവിടെ കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് 1 കിട്ടും. അത് ലെസ് ആവുമ്പോഴത്തേക്കും ഇത് ഔട്ട്പുട്ട് 0 ആയിട്ട് പോകും. ഇതൊരു കൺട്രോൾ ലോജിക് സർക്യൂട്ടാണ്. ബാക്കിയുള്ള എല്ലാ സെക്ഷൻസിനെ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിൽ ഒരു ക്ലോക്ക് ജനറേഷൻ ഉണ്ടായിരിക്കും, ഒരു സ്റ്റാർട്ട് കമാൻഡ് പോകുന്നുണ്ടായിരിക്കും സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ എൻഡ് ഓഫ് കൺവേർഷൻ കഴിഞ്ഞു എന്നുള്ളൊരു സിഗ്നൽ. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സർക്യൂട്ടറിക്കുള്ള കമാൻഡ് സിഗ്നൽ ആയിട്ടാണ് ഇത് വരുന്നത്. ഇനി ഒരു രജിസ്റ്റർ ഉണ്ട്. നമ്മൾ കൺവേർട്ട് ചെയ്ത ഡാറ്റ എന്ന് പറയുന്നതിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്പുട്ട് രജിസ്റ്റർ ഉണ്ട്. പിന്നെ ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്. ഈ ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സിന്റെ ഈ പിന്നിൽ നിന്നാണ് നമ്മളുടെ ഡാറ്റ എന്ന് പറയുന്നത്. എത്ര ബിറ്റ് ഡാറ്റയുണ്ടോ അത്രയും ബൈനറി ഔട്ട്പുട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് ഇൻപുട്ട് കമ്പാരറ്ററിന്റെ ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കും. ഇനിഷ്യലി നമ്മളുടെ കൺട്രോൾ ലോജിക് എന്ന് പറയുന്ന എല്ലാ രജിസ്റ്റേഴ്സിനും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് പ്രീവിയസ്ലി എന്ത് ഡാറ്റയുണ്ടോ അതെല്ലാം റീസെറ്റ് ചെയ്ത് 0 ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു റീസെറ്റ് സിഗ്നൽ കൊടുക്കും. അത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കും. അപ്പോൾ ക്ലോക്ക് ജനറേറ്റ് ചെയ്തു, ഇത് സ്റ്റാർട്ട് ചെയ്യും. ഫംഗ്ഷൻ ഈ സർക്യൂട്ടറിയുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കമ്പാരേറ്റർ കമ്പയർ ചെയ്യും. അനലോഗ് ഇൻപുട്ടിൽ ഏതാണ് സിഗ്നൽ, ഇതിന്റെ ഇവിടെ നിന്ന് ഫീഡ്ബാക്ക് ചെയ്ത സിഗ്നൽ എന്താണെന്ന് നോക്കും. അപ്പോൾ ഇനിഷ്യലി വാല്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ലോ ആണെന്നുണ്ടെങ്കിൽ അനലോഗ് ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും ഹയർ ആയിട്ട് വരിക. അപ്പോൾ കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 ആവുന്ന സമയത്ത് കൺട്രോൾ ലോജിക് എന്ന് പറയുന്നത് ഒരു കൺവേർട്ടഡ് സിഗ്നൽ. ഈ ഓരോ ടൈമിലും ഇതിന്റെ ഒരു ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെ അവൈലബിൾ, കൺവേർട്ട് ചെയ്ത് ഈ ഔട്ട്പുട്ട് രജിസ്റ്ററിലേക്ക് അത് സ്റ്റോർ ചെയ്തിട്ട് അതിന്റെ ആ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു പോർഷൻ അത് ഫീഡ്ബാക്ക് ചെയ്ത് കമ്പാരറ്ററിന്റെ ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ജനറേറ്റ് ചെയ്ത്, അതായത് ആ സമയത്ത് ജനറേറ്റ് ചെയ്ത ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് ഈ അനലോഗ് സിഗ്നലിനെ അപേക്ഷിച്ച് കൂടുതലാണോ എന്ന് നോക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് ഹൈ ആവും. അതനുസരിച്ച് ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏത് ടൈമിലാണോ DACയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വരുന്ന ഇൻപുട്ട് അനലോഗ് ഇൻപുട്ട് സിഗ്നലിനെ പോലെ ഈക്വൽ ആകുകയോ അതിനേക്കാൾ കൂടുകയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ VA എന്ന് പറയുന്നത് അനലോഗ് ഇൻപുട്ട് സിഗ്നൽ ലെസർ ആകുകയോ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് ജനറേറ്റ് ചെയ്യും. ഇത് 0 വരുമ്പോഴത്തേക്കും കൺട്രോൾ ലോജിക് എന്ന് പറയുന്നത് എൻഡ് ഓഫ് കൺവേർഷൻ ഒരു കമാൻഡ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് രജിസ്റ്ററിൽ അപ്പോൾ ആ സമയത്ത് സേവ് ചെയ്ത ഔട്ട്പുട്ടാണ് നമ്മളുടെ കൺവേർട്ടഡ് ആയിട്ടുള്ള അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത സിഗ്നൽ. അത് നമ്മൾ ഇതിന്റെ രജിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കും. ആ പ്രോസസ്സാണ് നമ്മൾ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADCയിൽ പെർഫോം ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്, നമ്മളിപ്പോൾ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓരോ സമയത്തും അതിൽ ഓരോ ബ്ലോക്കുകൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ട് വാലിഡ് ആകുന്നത് വരെ നമ്മളുടെ കൗണ്ട് ഫീഡ്ബാക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ മാക്സിമം അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് കമാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് ഓഫ് കൺവേർഷനുള്ള സിഗ്നൽ പ്രൊവൈഡ് ചെയ്തിട്ട് കൺവേർഷൻ സ്റ്റോപ്പ് ചെയ്ത് നമ്മളുടെ രജിസ്റ്ററിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. താങ്ക് യു.
മോഡിഫൈഡ് ഫ്ലാഷ് ADC. നമ്മൾ നേരത്തെ ഫ്ലാഷ് ADC നോക്കിയതായിരുന്നു. ഒരു 3-bit ഫ്ലാഷ് ADC നമ്മൾ നോക്കി. അപ്പോൾ ഫ്ലാഷ് ADCന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു? അത് ഫാസ്റ്റസ്റ്റ് ആണ്, സിമ്പിൾ ഡിസൈൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര ബിറ്റ് ആണോ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ മാക്സിമം നമ്പർ ഓഫ് കമ്പാരേറ്റേഴ്സ് വേണം. അതേപോലെ അതിനേക്കാളും ഒരു +1 നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് വേണം, ഒരു എൻകോഡർ വേണം. അപ്പൊ അതിന്റെ സർക്യൂട്ടറി കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. അപ്പൊ ബിറ്റിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കമ്പാരേറ്റേഴ്സിന്റെ എണ്ണവും കൂടും, നമ്മൾക്ക് ഡിസൈൻ ഡിഫിക്കൽട്ട് ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാഷ് ADC എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എനിക്കിവിടെ ഈ ഒരു മോഡിഫൈഡ് സർക്യൂട്ട് എനിക്ക് 8-bit ഔട്ട്പുട്ടാണ് വേണ്ടത്, ഡിജിറ്റൽ ഔട്ട്പുട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? 2 4-bit ADC ഫ്ലാഷ് ADC ഡിസൈൻ ചെയ്തു. ഫ്ലാഷ് ADC തന്നെയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ളത്, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഞാനിവിടെ 2 ഫ്ലാഷ് ADC എടുത്തിട്ടുണ്ട്, 4-bit ഫ്ലാഷ് ADC. ഒന്ന് MSB റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയും മറ്റേത് LSB റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? നമ്മളുടെ അനലോഗ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് 4-bit ഫ്ലാഷ് ADC4 MSB ബിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സിഗ്നൽ ഫീഡ് ചെയ്തു. നമ്മളുടെ ഫ്ലാഷ് ADCയിൽ അങ്ങനെയാണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് കമ്പാരേറ്ററിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ അതിൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും, പിന്നെ തൊട്ട് താഴെ അങ്ങനെയുള്ള നോക്കിയാണ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 4-bitലൂടെ നമ്മൾ അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലുള്ള സിഗ്നലിനെ 4-bit MSBയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് നമ്മൾ ജനറേറ്റ് ചെയ്യും. DC സിഗ്നൽ ADC ഡിജിറ്റൽ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ജനറേറ്റ് ചെയ്യും. അത് നമ്മൾ ലാച്ചിലേക്ക് സേവ് ചെയ്യും. അതിന്റെ തന്നെ ഒരു പോർഷൻ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് ഒരു 4-bit DACയിലേക്ക് കൊടുക്കും, ആ ഡിജിറ്റലിന്റെ അനലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട്. എന്നിട്ട് ആ അനലോഗ് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സബ്ട്രാക്ടർ സർക്യൂട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ഇൻപുട്ട്. മറ്റേതെന്ന് പറയുന്നത് അനലോഗ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായ, ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അനലോഗ് സിഗ്നലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ ഇത് മുകളിൽ കിടക്കുന്ന സിഗ്നൽ ഫീഡ്ബാക്ക് ചെയ്ത് വന്ന ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? MSBക്ക് ഇക്വലന്റ് ആയിരിക്കും. അപ്പൊ MSBയുടെ വാല്യൂ എന്ന് പറയുന്നത് അനലോഗ് ഇൻപുട്ടിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. ബാക്കിയുള്ളത് ഏതാണ്? നമ്മുടെ ലീസ്റ്റ് ബിറ്റിന്റെ ഉള്ള വാല്യൂ ആണ്, ബാക്കിയുള്ള റിമൈനിങ് സിഗ്നൽ ആയിരിക്കും. ആ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്തു? 4-bit ഫ്ലാഷ് ADC വെച്ചിട്ട് 4 4-bit ലീസ്റ്റ് ബിറ്റ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യും. അപ്പൊ ലീസ്റ്റ് ബിറ്റും ജനറേറ്റ് ചെയ്തു, എന്നിട്ട് അത് നമ്മൾ ലാച്ചിലേക്ക് സേവ് ചെയ്യും. അപ്പൊ 4-bit MSBയുമായി 4-bit LSBയുമായി ഇതെന്ന് പറയുന്നത് നമ്മൾ 8-bit ഡിജിറ്റൽ ഔട്ട്പുട്ടായിട്ട് നമ്മളുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിന്റെ ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് മോഡിഫൈഡ് ഫ്ലാഷ് ADC നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഡിസൈൻ കുറച്ചും കൂടി സിമ്പിൾ ആണ്. നമുക്ക് വലിയ ബിറ്റ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ലോവർ ആയിട്ടുള്ള ബിറ്റ് ADC യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹയർ ബിറ്റ് ADC കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.